നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കുവൈത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത KMCC യോഗത്തിൽ കയ്യാങ്കളി. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു ലീഗ് നേതാക്കൾ. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. യോഗം ആരംഭിച്ച് PMA സലാം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടയിൽ കുവൈത്ത് KMCC ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണേത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വേദി കയ്യേറിയ പ്രവർത്തകർ വേദിയിലിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളായ PMA സലാമിനെയും അബ്ദുറഹ്മാൻ രണ്ടാത്തണയെയും ആബിദ് ഹുസൈൻ തങ്ങളെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അല്ലാത്തവർ യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോകണമെന്ന് PMA സലാം അഭ്യർത്ഥിച്ചെങ്കിലും ഇരച്ചുകയറിയ വിഭാഗം നിരസിക്കുകയും ഹാളിൽ തുടരുകയും ചെയ്തു. ഇതോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ യോഗം നിർത്തിവെക്കുകയായിരുന്നു. നേരത്തെ തങ്ങൾ ഉയർത്തിയ പരാതികൾ പരിഹരിച്ചില്ലെന്നും തർക്കങ്ങൾ പരിഹരിക്കാതെ ഏകപക്ഷീയമായാണ് ജില്ലാ കമ്മിറ്റി യോഗം നടത്തിയതെന്നും ജനറൽ സെക്രട്ടറി വിഭാഗം ആരോപിച്ചു. നേതാക്കൾ മടങ്ങിയെങ്കിലും സ്കൂളിൽ നടന്ന ഉന്തും തള്ളിനുമിടയിൽ ചില പ്രവർത്തകർക്ക് നേരിയ പരിക്കേൽക്കുകയും ബഹളം ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു. 100ഓളം പ്രവർത്തകരായിരുന്നു യോഗത്തിൽ ഉണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ചേരിതിരിഞ്ഞ് കയ്യാങ്കളിക്ക് നേതൃത്വം നൽകിയത് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ്. മാസങ്ങൾക്ക് മുമ്പേ കുവൈത്ത് KMCCയുടെ ചുമതലയുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടാത്തണി പ്രശ്നപരിഹാരത്തിനായി കുവൈത്തിലെത്തിയിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നില്ല. കുവൈത്ത് KMCC പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഇഫ്താർ സംഗമത്തിൽ നടന്ന വാക്കുതർക്കവും കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. വിഷയങ്ങൾക്ക് ഉടൻ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും കുവൈത്ത് KMCC നേരിടുക എന്നാണ് സൂചനകൾ.